എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. CBSE ക്ലാസ് 7 ഇൻറ്റിജേഴ്സ്, അതിൻ്റെ നെക്സ്റ്റ് സെഷനാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. അത് വരുന്നത് പേജ് നമ്പർ 7 പുതിയ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഡിഫറൻറ്റ് സൈനുള്ള 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ വരുമ്പോൾ നമുക്കതിൽ പ്രത്യേകിച്ച് നെഗറ്റീവ് സൈനുള്ളതാണെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻ ഉണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഇൻറ്റു ചെയ്യണം. അതായത് 2 നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എങ്ങനെയാണ് ഇൻറ്റു ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് -3 ഇൻറ്റു -2 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 3 2s are 6 ആണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെഗറ്റീവ് സൈൻ വരാന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവ് സൈൻ കൗണ്ട് ചെയ്യുക. ക്വസ്റ്റ്യനിൽ ഇത് ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ, രണ്ടെണ്ണം ഉണ്ട് അല്ലേ നെഗറ്റീവ് സൈന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈവൺ നമ്പറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ +6. നെക്സ്റ്റ് സെക്കൻഡ് വൺ, -3 ഇൻറ്റു -1. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 1s are 3. എത്ര നെഗറ്റീവ് സൈൻ ഉണ്ട്? 2 എണ്ണമാണ്. അപ്പോൾ അത് +3 ആണ്. നെക്സ്റ്റ് -3 ഇൻറ്റു -3. 3 3s are 9. നോക്കുമ്പോൾ അതൊരു പോസിറ്റീവ് ആണ്, കാരണം ഇവിടെ 2 നെഗറ്റീവ്, ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് 2 നെഗറ്റീവ് സൈൻ ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ ബിക്കംസ് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ഫിഗർ ആയിരിക്കും. നെക്സ്റ്റ് -3 ഇൻറ്റു -4. 3 4s are 12. നമുക്ക് വന്നിരുന്നത് 2 നെഗറ്റീവ് സൈൻ ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ ബിക്കം +12. എല്ലാം അതേ റൂൾ തന്നെയാണ് കേട്ടോ. എല്ലാത്തിനും 2 നെഗറ്റീവ് സൈൻ ആണുള്ളത്. അപ്പം നമ്മൾക്ക് ഫൈനൽ ആൻസർ ഇപ്പോഴും ഒരു പോസിറ്റീവ് ഫിഗർ ആയിരിക്കും. Next one, -4 into -1, that is +4. Next one, -4 into -2, that is +8. -4 into -5, that is +20. -10 into -12, that is 120. അത് ഈസി ആണല്ലോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 1 into 12 മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര 0 ഉണ്ടോ? ഒരു 0. അപ്പോൾ അത് റൈറ്റ് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ്, അപ്പോൾ നമ്മുടെ 8th വൺ ആൻസർ വരുന്നത് -10 ഇൻറ്റു -12 ബിക്കംസ് +120. അടുത്തത് 9th വൺ വരുന്നത് -15 ഇൻറ്റു -6. അപ്പോൾ നമുക്കത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ആദ്യം 15 ഇൻറ്റു 6 നോക്കാം. 5 6 are 30. ബാലൻസ് ഇവിടെ വിടാം. 1 6 are 6. 6 + 3 9. അപ്പോൾ നമുക്ക് വേണ്ടത് +90. നെക്സ്റ്റ് 5 6 are 30. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് സെയിം, അതായത് 2 നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ വരുമ്പോൾ ആദ്യം നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? വർക്കിംഗ് കോളത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ കൗണ്ട് ചെയ്യുക. നെഗറ്റീവ് സൈൻ, ക്വസ്റ്റ്യനിലുള്ള നെഗറ്റീവ് സൈൻ കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഈവൺ നമ്പറാണ്, അതായത് ഇവിടെ 2 ഉള്ളൂ അല്ലേ, 1 2. അപ്പോൾ ഒരു ഈവൺ നമ്പറാണ്. ഈവൺ നമ്പർ ആണെന്ന് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ഫിഗർ ആയിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾക്ക് പേജ് നമ്പർ 8, അത് ട്രൈ ദീസിൻ്റെ തൊട്ട് മേലെ കണ്ടോ, ഞാൻ റീഡ് ചെയ്യാം. ഇൻ ജനറൽ, for any 2 positive integers a and b, നമുക്ക് എങ്ങനെ എഴുതാം? -a into -b equal to a into b. മനസ്സിലായല്ലോ? 2 നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഒരു പോസിറ്റീവ് നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് പേജ് നമ്പർ 8 ട്രൈ ദീസ് ആണ് കേട്ടോ ചെയ്യാൻ പോണത്. പേജ് നമ്പർ 8 ട്രൈ ദീസ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ അവിടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വയ്ക്കുക പേജ് നമ്പർ 8 ട്രൈ ദീസ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് ഫൈൻഡ് ഫസ്റ്റ് വൺ -31 ഇൻറ്റു -100. ഇങ്ങനെ വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വരുമ്പോൾ നമ്മൾക്ക് ഈസിയാണ്. അതെന്ത് ചെയ്താൽ മതി? 31 ഇൻറ്റു 100 എന്ന് എഴുതാം വർക്കിംഗ് കോളത്തിൽ. ദെൻ 31 ഇൻറ്റു 1 എത്രയാ? 31. എത്ര 0 ഉണ്ട്? 2 എണ്ണം അല്ലേ.
അപ്പോൾ ദാ റൈറ്റ് സൈഡിൽ ഇങ്ങനെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത് നെഗറ്റീവ് സൈനാണ്. ഇവിടെ എത്ര ക്വസ്റ്റ്യനിൽ എത്ര നെഗറ്റീവ് സൈൻ ഉണ്ട്? ഇത് ഫസ്റ്റ് 1, ഇത് സെക്കൻഡ് 1, 2 ആണ് അല്ലേ. 2 ഈസ് എൻ ഈവൺ നമ്പർ. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് 3100. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം നമ്മുടെ കയ്യിൽ എപ്പോഴും പെന്നും നോട്ട്ബുക്കും വേണം, എന്നിട്ട് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. സെക്കൻഡ് വൺ, -25 ഇൻറ്റു -72. വർക്കിംഗ് കോളം യൂസ് ചെയ്യുക. വർക്കിംഗ് കോളത്തിൽ 72 ഇൻറ്റു 25 ചെയ്യാം. 2 5s are 10, 7 5s are 35, 35 + 1 36. ദാ സെക്കൻഡ് നമ്പർ കേട്ടോ. 2നെ ടച്ച് ചെയ്യുന്നതിന് മുന്നേ ദാ ഇവിടെ നമ്മൾ ഒരു 0 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. 2 2s are 4, then 7 2s are 14. നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ആണ് ചെയ്യേണ്ടത്. 0 0 8, then 1. അപ്പം നമുക്ക് വന്നത് 1800. 1800 എന്തായിരുന്നു? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്നാണ് നീ ചെക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര എണ്ണം വന്നിട്ടുണ്ട്? ദാ ഒരു നെഗറ്റീവ് സൈൻ, ഇത് രണ്ടാമത്തെ നെഗറ്റീവ് സൈൻ. അപ്പോൾ 2 ആണ്, ഈവൺ നമ്പർ ആണ് അല്ലേ. അപ്പോൾ ഫൈനൽ ആൻസർ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ഫിഗർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം 1800. ഓക്കെ ആണോ? നെക്സ്റ്റ് തേർഡ് വൺ വരുന്നത് -83 ഇൻറ്റു -28. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വർക്കിംഗ് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? 83 ഇൻറ്റു 28 സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് 8 3s are 24, 2 വരും. 8 8 64, 64 65 66, ദെൻ പ്ലസ് ചെയ്യാം. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 ടച്ച് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ദാ ഫസ്റ്റ് വൺസിൻ്റെ പ്ലേസ് 0 ഇട്ട് കൊടുക്കുക. 2 3s are 6, ദെൻ 8 2s are 16. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 4 വരും. ദെൻ 6 + 6 12, ബാലൻസ് 1 ഇവിടെ വരും. 6 + 6 12, 12 + 1 13, ദെൻ ബാലൻസ് 1 ഇവിടെ വരും. 1 + 1 2, അതായത് 2324. കറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലേസുകളൊക്കെ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുക കേട്ടോ. നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് അതായത് 2324 ആണ്. അതിനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എങ്ങനെ ചെക്ക് ചെയ്യുക? നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര നെഗറ്റീവ് സൈൻ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. ഇത് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, അപ്പോൾ 2 ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ ബിക്കം പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 2324. നമ്മൾ വർക്കിംഗ് കോളത്തിന് കോപ്പി ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. താങ്ക് യു.